നമ്മുടെ ABC-യിൽ നമ്മളൊരു കോളം ചെയ്യുന്നുണ്ട്, കഥയമമ എന്ന പേരിൽ. വളരെ ശ്രദ്ധേയമായ രസകരമായ സംഭവങ്ങളാണ് പറയുന്നത്. അതുപോലൊരു പങ്ക്തി പ്രശസ്ത മാധ്യമപ്രവർത്തകനായ സുജാതൻ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ആ പ്രതിദിന പങ്ക്തിയിൽ നമുക്ക് കേരള രാഷ്ട്രീയത്തിലെ കൗതുകകരമായ ഒരു കാര്യം പറഞ്ഞ് തുടങ്ങാമെന്ന് വരുന്നത്. ഇത് വയലാർ രവി എന്നുള്ള നേതാവിനെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ അല്പം മുമ്പ് സാറിനോട് പറഞ്ഞ പോലെയാണെങ്കിൽ നിർഭാഗ്യം കൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ കഴിയാതെ പോയ ആളാണ് വയലാർ രവി. പക്ഷെ വയലാർ രവിയുടെ പേര് വയലാർ രവി എന്നായിരുന്നില്ല, അല്ലേ? അതെ, വയലാർ രവിയുടെ പേര് MK രവീന്ദ്രൻ എന്നായിരുന്നു. അദ്ദേഹം കോളേജിൽ പഠിക്കുന്ന പ്രീ യൂണിവേഴ്സിറ്റിക്ക് ST കോളേജിൽ ചേരുമ്പോൾ അദ്ദേഹം MK രവീന്ദ്രനാണ്. അതിനു മുമ്പ് അദ്ദേഹത്തിന് വയലാർ രവി ജനിച്ചത് 1937 ജൂൺ 4-ാം തീയതിയാണ്. അപ്പോൾ അന്ന് ദേവകി കൃഷ്ണൻ്റെയും MK കൃഷ്ണൻ്റെയും മകനായിട്ട് ആലപ്പുഴയിൽ ആണല്ലോ, വയലാറിലാണല്ലോ അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹത്തെ ആലപ്പുഴ ജനറൽ ആശുപത്രിയിലോ മറ്റോ ആണ് പ്രസവിച്ചത്. അപ്പോൾ ഈ കുട്ടിയെ ആദ്യമായി കയ്യിലിട്ട് വാങ്ങിയ ആൾ ഇവനൊരു സിംപ്ലനാണല്ലോ എന്ന് പറഞ്ഞു അത്രയും. അപ്പോൾ കേട്ടു നിന്നവർ ആ സിംപ്ലൻ എന്ന് വിളിച്ചു തുടങ്ങി. അത് പിന്നെ വയലാർ രവിക്ക് ഓർമ്മയാകുന്ന സമയത്ത് സിംസൺ എന്നായി. അപ്പോൾ വയലാർ രവിയെ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടില്ലുമ്പോൾ പറഞ്ഞത് അയാളുടെ പേര് സിംസൺ എന്നാണ്. ആര് പറഞ്ഞത്? രക്ഷകർത്താക്കൾ. സിംസൺ. അന്ന് പിന്നെ വയലാർ രവി ജീവിച്ചിരിക്കുമ്പോഴാണ്, അല്ല, എൻ്റെ ബാല്യകാലത്താണല്ലോ പുന്നപ്ര വയലാർ സമരമൊക്കെ. അപ്പോൾ പുന്നപ്ര വയലാർ വെടിവെപ്പൊക്കെ നടന്നു. ഇവരുടെ വീടിന് സമീപത്താണ് ആ സംഭവമൊക്കെ. അപ്പോൾ ആ ട്രാജഡിയൊക്കെ കാരണം പുള്ളിയുടെ സ്കൂൾ അഡ്മിഷൻ ഒരു വർഷം വൈകി. അപ്പോൾ ഒരു വർഷം ലേറ്റായിട്ടാണ് പുള്ളി സ്കൂളിൽ ചേരുന്നത്. വയലാറിൽ അന്ന് വീടിനോടടുത്ത് തന്നെ ഗവൺമെൻറ് LP സ്കൂളുണ്ട്. അവിടെ ചേർക്കാൻ ചെന്നപ്പോഴാണ് പേര് അവിടുത്തെ ഹെഡ് മാസ്റ്റർ ദാമോദരൻ പിള്ള സാറ് ചോദിച്ചു, എന്താ അവൻ്റെ പേരെന്ന് ചോദിച്ചപ്പോൾ സിംസൺ എന്ന് പറഞ്ഞു. MK കൃഷ്ണൻ്റെ മകൻ എങ്ങനെ സിംസൺ ആവും? അത് വേണ്ട, അവൻ്റെ പേര് രവീന്ദ്രൻ എന്ന് മതി. അങ്ങനെ ദാമോദരൻ പിള്ള സാറാണ് ആദ്യം പേര് മാറ്റുന്നത്. അപ്പോൾ ശരിക്കും 28 കെട്ടും ഇതൊക്കെ നടക്കുമ്പോൾ സിംസണാണ് അല്ലേ? കാരണം സമീപത്തെല്ലാം കൂടുതൽ ലാറ്റിൻ സമുദായത്തിലുള്ള ആളുകളും അവർക്കൊക്കെ ക്രിസ്ത്യൻ പേരുകളാണല്ലോ. അപ്പോൾ അവരുടെയൊക്കെ കൂട്ടത്തിലാണ് പുള്ളി കളിച്ച് രസിച്ച് വളരുന്നത്. ഇപ്പോൾ സിംസൺ എന്ന വിളി ദേവകി കൃഷ്ണനും ഒരു പൊതുപ്രവർത്തകയായ ദേവകി കൃഷ്ണൻ, അന്ന് ദേവകി കൃഷ്ണൻ കമ്മ്യൂണിസ്റ്റാണെന്ന് ഓർക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ സജീവമാകുന്നു. വയലാർ കമ്മ്യൂണ് ഉണ്ടാകുന്നു. വയലാറിൽ ആളുകളെല്ലാം കൂടെ രാപകൽ എന്നെ കമ്മ്യൂണിൽ തന്നെ താമസിക്കുന്ന കാലം. AK ഗോപാലൻ ഇവരുടെ അയലത്ത് നിന്ന് ഒളിവിൽ താമസിച്ച് പാർട്ടി പ്രവർത്തനം നടത്തുന്നു. ആ സമയത്ത് സുശീല ഗോപാലനുമായിട്ടുള്ള അനുരാഗം, ഈ അനുരാഗത്തിൻ്റെയൊക്കെ തോഴിയായിട്ട് ദേവകി കൃഷ്ണൻ പ്രവർത്തിക്കുന്നു. അപ്പോൾ അന്ന് AK ഗോപാലൻ്റെ ഒരു സംഭാഷണം കേട്ടിട്ടാണ് അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുന്നത്. അത് വളരെ രസകരമായൊരു സംഭവമാണ്. ഈ കമ്മ്യൂണിൽ പല അവിവാഹിതകളായ സ്ത്രീകൾ ചില അനുരാഗ ബന്ധങ്ങളിൽ ചെന്നപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് ദേവകി കൃഷ്ണൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ കമ്മ്യൂണിൽ പകലൊക്കെ സ്റ്റഡി ക്ലാസ്, രാത്രിയിലും അവർ തന്നെ ഭക്ഷണം ഉണ്ടാക്കി അവിടെ തന്നെ കഴിയുകയാണ്. അങ്ങനെ 11 കമ്മ്യൂൺ ആലപ്പുഴ ജില്ലയിലുണ്ടായിരുന്നു. അപ്പോൾ പുന്നപ്ര വയലാറിൽ അന്ന് CP രാമസ്വാമി ഓർഡറിട്ട് TV തോമസിനെ കണ്ട് രഹസ്യമായി സംഭാഷണം നടത്തി കമ്മ്യൂണെല്ലാം പിരിച്ചു വിടണമില്ല, ഞങ്ങൾ വെടിവെക്കും എന്നൊക്കെ പറഞ്ഞു. ആ മെസ്സേജ് ഈ വയലാറിലെ കമ്മ്യൂണിൽ മാത്രം എത്താത്തതുകൊണ്ട് അത് പിരിച്ചുവിട്ടില്ല. അത് മാത്രം നിലനിന്നത് കൊണ്ടാണ് പട്ടാളക്കാർ അവിടെ കയറി വെടിവെച്ചതെന്നാണ് കഥ. അതാണ് ചരിത്രം. അപ്പോൾ ദേവകി കൃഷ്ണൻ AKജിയോട് ചോദിക്കുന്നു, ഇവിടെ സഖാവ് ശ്രദ്ധിച്ചോ, ഇവിടെ ചില ആളുകൾക്കിടയിൽ ചില അനുരാഗ ബന്ധങ്ങളൊക്കെ ഉടലെടുത്തിട്ട്. അനുരാഗം മാത്രമായിരുന്നില്ല. അപ്പോൾ അടുത്ത ചോദ്യം, അവിവാഹിതകളായ സ്ത്രീകൾ പ്രസവിച്ച ആ കുഞ്ഞിൻ്റെ ഉത്തരവാദിത്വം ആരും ഉപേക്ഷിച്ച് പോകരുത്. കുറച്ചു നേരം നിശബ്ദനായിരുന്നിട്ട് AKജി പറഞ്ഞു, മഹാനായ ലെനിൻ പറഞ്ഞു, യുവതികൾ മഹത്തായ വിപ്ലവത്തിന് വേണ്ടി വന്നാൽ അവരുടെ ചാരിത്രവും അടിയറ വയ്ക്കണം എന്ന്. ദേവികൃഷ്ണൻ പറഞ്ഞു, അതിന് ആലപ്പുഴയിലെ പെണ്ണുങ്ങളെ കിട്ടത്തില്ല, വേറെ പണിപോയി തിരക്ക്. അന്ന് അവരവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണ്. പിന്നീട് അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് അടുത്തിട്ടില്ല.
പിന്നീട് കോൺഗ്രസ് വന്നപ്പോൾ അവർ കോൺഗ്രസ്സുകാരിയായി. അപ്പോൾ ദേവകി കൃഷ്ണൻ്റെ കമ്മ്യൂണിസ്റ്റ് ജീവിതം അന്ന് ഈ AKGയുടെ ഒറ്റ കമൻറ്റിലാണ് പോയത്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഓർത്തു പറയാൻ വയലാർ രവിക്ക്, ഞാനുമായിട്ട് വയലാർ രവി അദ്ദേഹത്തിൻ്റെ കഥകളെല്ലാം പല ഇരിപ്പുകളിൽ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞതാണ് ഈ കഥ. അപ്പോൾ ഈ ദേവകി കൃഷ്ണൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധയായത് പിൽക്കാലത്ത് ഈ ഒറ്റ സംഭവത്തിലാണ്. ആർ ശങ്കർ നിരന്തരം ഇവരുടെ വീട്ടിൽ വരുമായിരുന്നു. കാരണം അന്ന് ചേർത്തല താലൂക്ക് SNDP യൂണിയൻ്റെ സെക്രട്ടറിയാണ് MK കൃഷ്ണൻ, വയലാർ രവിയുടെ അച്ഛൻ. അപ്പോൾ ശങ്കർ വന്നാൽ ഇവരുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് ഭക്ഷണം കഴിക്കും. അപ്പോൾ അദ്ദേഹം കൈയൊക്കെ കഴുകിക്കൊണ്ട് ഈ വയലാറിലെ ഈ ടെൻഷൻ ഒഴിവാക്കാനായിട്ട് CPയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ഒത്തുതീർപ്പ് സംഭാഷണത്തിനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ നിഷേധിച്ചിട്ട് അന്ന് കുന്തക്കാരൻ ജോസഫും വയലാർ സ്റ്റാലിൻ എന്ന് വിളിക്കുന്ന ചന്ദ്രപ്പൻ്റെ അച്ഛൻ കുമാരപ്പണിക്കരും ഒക്കെ അവിടുന്ന് കലഹിച്ചു പോകുന്നതും ഒക്കെ ബാലനായ വയലാർ രവിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഈ സംഭവം കഴിഞ്ഞ് വെടിവെപ്പിൻ്റെ ആ നിരാശയും അങ്കലാപ്പും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് വയലാർ രവി സ്കൂളിൽ ചേരാൻ പോകുന്നത്. സ്കൂളിൽ ചേരാൻ പോകുമ്പോൾ സ്കൂളിൽ സാമാന്യനെ ചേർക്കുന്ന അന്ന് 6-ാം വയസ്സിലാണ്. പക്ഷേ പുള്ളി ആ പ്രായം കടന്നിരുന്നു. 7 വയസ്സായി. 7 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ദാമോദരം പിള്ള സാറ് ചോദിച്ചു, എന്താ ഇവൻ്റെ പേരെന്ന് ചോദിച്ചു. ഹെഡ് മാസ്റ്ററാണ്. അപ്പോൾ ഒരു ചേർക്കാൻ കൊണ്ടുപോയ ഏതോ ഒരു ബന്ധു ആണ്. അപ്പോൾ സിംസൺ എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് ഈ MK കൃഷ്ണൻ്റെ മോന് സിംസൺ ആവുന്നത്? വേണ്ട, എൻ്റെ പേര് രവീന്ദ്രൻ എന്ന് മതി. അദ്ദേഹമാണ് പേരിട്ട് നാമകരണം നടത്തി. അപ്പോൾ ആ സ്കൂളിൽ ചേരുന്ന അന്ന് മുതൽ അദ്ദേഹം രവീന്ദ്രനായി. പുള്ളി പിന്നെ പഠിച്ചു. ആലപ്പുഴ ST കോളേജിൽ പ്രീ യൂണിവേഴ്സിറ്റിക്ക് ചേർന്നു. ഇൻ്റർമീഡിയറ്റ് 1 ഇയർ കോഴ്സ് ഉണ്ടായിരുന്നില്ല, 10ാം ക്ലാസ് കഴിഞ്ഞ്. അപ്പോൾ അന്ന് അവിടെ ചെന്ന് നടന്നപ്പോൾ പുള്ളി വിദ്യാർത്ഥി പ്രസ്ഥാനം, അന്ന് SF ഭയങ്കര സജീവമാണ്. KSF, കേരള സ്റ്റുഡൻസ്. അത് പിന്നീട് അതിൻ്റെ പേരാണ് KSF എന്ന് മാറ്റി. ആദ്യം SF ആയിരുന്നു. അത് തുടക്കത്തിൽ ഈ സാംബശിവനും ONV ഒക്കെ SF-കാരാണ്. അപ്പോൾ ഈ SF വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ ഈ SF-ന് ബദലായിട്ട് ഒരു ചിന്ത വിദ്യാർത്ഥികളുടെ ഇടയിൽ വരുന്നു. കാരണം SF പാർട്ടിയുടെ ഒരു സംഘടനയാണ്. നമുക്ക് പാർട്ടിയൊന്നും ഇല്ലാതെ അത് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം വേണം. അങ്ങനെ ST കോളേജിൽ കോൺഗ്രസ്സിനോട് വീട്ടിൽ അമ്മ കോൺഗ്രസ്സാണ്, കൃഷ്ണൻ SNDPയുടെ പ്രവർത്തകനാണ് അച്ഛൻ. അപ്പോൾ വയലാർ രവി അപ്പോൾ ഒരു സ്വതന്ത്ര വിദ്യാർത്ഥി പ്രസ്ഥാനത്തെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. അതിനെ അദ്ദേഹം ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ DSO എന്ന പേരിട്ടു. അപ്പോൾ ജനാധിപത്യ വിദ്യാർത്ഥി പ്രസ്ഥാനം. കമ്മ്യൂണിസ്റ്റുകാർക്ക് ജനാധിപത്യം ഇല്ല എന്നാണ് അതിൻ്റെ ധ്വനി. അങ്ങനെ അതിൻ്റെ സ്ഥാപക നേതാവായിട്ട് പുള്ളിനെ കഴിയുമ്പോഴാണ് എറണാകുളം മഹാരാജാസിലെയും ലോ കോളേജിലെയും ചില വിദ്യാർത്ഥികൾ SF-നെഴുതിയൊക്കെ, മഹാരാജാസിലെ SF വളരെ സ്ട്രോങ് ആണ്, അവർക്ക് ബദലായിട്ട് ഒരു സ്വതന്ത്ര വിദ്യാർത്ഥി പ്രസ്ഥാനം രൂപം കൊള്ളുന്നു. അതിന് ജോർജ് തരകൻ എന്ന് പറയുന്ന ആളായിരുന്നു എൻ്റെ നേതാവ്. അപ്പോൾ ഇതേപ്പറ്റി വയലാർ രവി കേട്ടറിഞ്ഞിട്ട് അസീസും തരകനും കൂടെ ചേർന്നുണ്ടാക്കിയാണ് ഈ സ്വതന്ത്ര വിദ്യാർത്ഥി പ്രസ്ഥാനം. DSOയുടെ നേതാവായാലോ വയലാർ രവി അവിടെ നിന്ന് ചേർത്തലയിൽ നിന്ന് എറണാകുളത്തെത്തി. ജോർജ് തരകനുമായിട്ട് സംസാരിക്കുന്നതിന് മുമ്പ് തരകനൊരു കത്തയച്ചു. ഈ പത്രത്തിലെ വാർത്ത കണ്ടിട്ട് അഡ്രസ്സ് ഊഹിച്ചെഴുതി ഒരു കത്തയച്ചു. കത്ത് ലക്ഷ്യത്തിലെത്തി. അങ്ങനെ അവരൊരു ആശയവിനിമയം നടത്തിയതിൻ്റെ ഫലമായിട്ട് ഇവിടെ വന്നു. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് രൂപീകരിച്ചാണ് KSU. അത് ശരി. DSOയും സ്വതന്ത്ര വിദ്യാർത്ഥി പ്രസ്ഥാനവും കൂടെ ചേർന്നിട്ട് KSU ഉണ്ടാക്കി. അത് എൻ്റെ പേര് വയലാർ രവിയാണ് തീരുമാനിച്ചത്, കേരള വിദ്യാർത്ഥി യൂണിയൻ. അതിന് ഒരു പാർട്ടിയുടെയും വാലല്ല, സ്വതന്ത്രമാണ്, സ്വതന്ത്ര വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. അതാണ് ആശയം. തരകൻ പ്രസിഡൻറ്റ്, വയലാർ രവി ജനറൽ സെക്രട്ടറി. ജനറൽ സെക്രട്ടറിക്കാണ് ജോലിയെല്ലാം കൂടുതൽ, ഓടി നടന്ന് ഇത് ഓർഗനൈസ് ചെയ്യണം. ആ ജോലി ചെയ്യാമെന്നതുകൊണ്ട് പുള്ളി ഏറ്റെടുക്കുകയായിരുന്നു. അപ്പോഴേക്കും പുള്ളിയുടെ പ്രീ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ് പുള്ളി എറണാകുളത്തേക്ക് മഹാരാജാസിലേക്ക് BAക്ക് ഹിസ്റ്ററി BAക്ക് ചേരുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ആക്ടിവിറ്റി ഇവിടെ. അപ്പോൾ ഈ KSU രൂപീകരിച്ച് കഴിഞ്ഞപ്പോൾ ഈ MK രവീന്ദ്രൻ അത്ര ഒരു ഗുണമില്ല. അപ്പോൾ ഇവരെല്ലാവരും കൂടെ തീരുമാനിച്ചു, എന്നാൽ നമ്മുടെ നേതാവിനൊരു പേര് വേണം. ആലപ്പുഴയിലെ നാഷണൽ ട്യൂട്ടോറിയലിൻ്റെ ഹാളിൽ
ഒഴിവ് ദിവസം ഇവരെല്ലാവരും കൂടെ KSUവിൻ്റെ യോഗം ചേർന്നു. അവരുടെ ഫസ്റ്റ് അജണ്ട നമ്മുടെ നേതാവിനൊരു പേര് വേണം. വീണ്ടും പേര് പ്രശ്നം. അപ്പോൾ എന്ത് പേര്, പല പേരുകളും ഇങ്ങനെ പറയുന്നു. അപ്പോൾ അതിൽ ഒരാൾ പറഞ്ഞു, വയലാറിലല്ലേ അവൻ്റെ വീട്, വയലാർ രവി. അത് രാമവർമ്മയുണ്ടല്ലോ പാട്ട്, അത് വയലാർ അങ്ങേർക്ക് മൊത്തം എഴുതി കൊടുത്തിരിക്കുകയാണോ, അത് മതിയാണ് എന്ന് വയലാർ രവി എടുത്ത് ഒക്കെ പറഞ്ഞു. അങ്ങനെയാണ് പുള്ളിക്ക് വയലാർ രവി ആയത്. മൂന്നാമത്തെ പേര് വീഴുന്നത്. അതിനുശേഷം പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ്. നല്ല ഐശ്വര്യമുള്ള പേരായിരുന്നു. അല്ലെങ്കിൽ തന്നെ പുള്ളിയുടെ ജനന ദിവസം ഒരു ഐശ്വര്യം ഉണ്ടായി. അത് MK കൃഷ്ണൻ പറയുമായിരുന്നു. പുള്ളിയുടെ അച്ഛൻ കിട്ടാക്കടം ആരോ വായ്പ വാങ്ങിയിട്ട് കൊടുക്കാതെ ദീർഘകാലമായിട്ട് അവധിയിട്ട് പുള്ളി തന്നെ മനസ്സോട് എഴുതിത്തള്ളിയ ഒരു പൈസ പുള്ളിയുടെ ജന്മദിനത്തിന് കൊണ്ടുകൊടുത്തു. അപ്പോൾ ജനിച്ച ദിവസം, പുള്ളി ജനിച്ച അതേ ദിവസം, അതായത് 1937 ജൂൺ 4-ാം തീയതി ആ കിട്ടാക്കടം തിരിച്ചു കിട്ടിയ ദിവസവും കൂടിയാണ്. അത് ഇവൻ്റെ ജന്മം കൊണ്ടുണ്ടായ ഐശ്വര്യമാണെന്ന് കുടുംബാംഗങ്ങൾക്കിടയിൽ പറയുമായിരുന്നു. അങ്ങനെയാണ് മൂന്നാമത്തെ പേരിൽ വയലാർ രവി പിന്നെ അറിയപ്പെടാൻ തുടങ്ങിയത്. ഏതായാലും രസകരമായ കഥയല്ല, സംഭവമാണ്. അപ്പോൾ നമുക്ക് ഈ പരമ്പര തുടരാം. ഇതിന് നമുക്ക് കഥയല്ല കാര്യം എന്ന് പേരിടാം, അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ കഥയല്ല കാര്യം നാളെയും തുടരും. പുതിയ കഥകളുമായി സുജാതൻ സാർ നമ്മളോടൊപ്പം നാളെ ഉണ്ടാവും. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.